മോത്തി ആശങ്കപ്പെടുത്തുന്ന വിവരം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നാണ് ഇപ്പോൾ കൂടുതൽ മരണം സ്ഥിരീകരിക്കുന്നത്. അതായത് മരിച്ചിട്ടുള്ള ആളുകളെ ഇപ്പോഴാണ് തിരിച്ചറിയൽ നടപടികൾ ശരിക്കും നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ മരണവിവരങ്ങളോ അല്ലെങ്കിൽ പുതിയ വിവരങ്ങളോ ഒക്കെ പുറത്തു വരുന്നത്. ഇന്നലെ ആശുപത്രികളിലേക്കൊന്നും കൂടുതൽ പേരെ അടുപ്പിച്ചിരുന്നില്ല. കാരണം ഇന്നലെ മൃതദേഹങ്ങൾ കൊണ്ടുപോവുക അല്ലെങ്കിൽ അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൂടെ താമസിച്ചിരുന്നവരെയോ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നവരെയോ ഒക്കെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അവർ ആശുപത്രിയിൽ എത്തി മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഇന്ന് അല്പം മുൻപ് സ്ഥിരീകരിച്ചത് മലപ്പുറം പുലാമന്തോൾ സ്വദേശിയുടേതാണ്. മലപ്പുറം പുലാമന്തോൾ തിരുത്ത് സ്വദേശി ബാഹുലേയൻ 36 വയസ്സ്. ഇന്ന് പുലർച്ചെയാണ് കൂടെ താമസിച്ചിരുന്നവർ അദ്ദേഹത്തെ തിരിച്ചറിയുന്നത്. അങ്ങനെ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 2 മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. ഒന്ന് മലപ്പുറം ജില്ലയിലെ തിരൂർ സ്വദേശിയുടേതും ഇപ്പോൾ കണ്ണൂർ സ്വദേശിയുടേതും പത്തനംതിട്ട സ്വദേശിയുടേതും ഇന്ന് രാവിലെ സ്ഥിരീകരിച്ചിരുന്നു. അങ്ങനെ ഇന്ന് മാത്രം ഇപ്പോൾ രാവിലെ നമ്മൾ 4 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നതോടുകൂടി മരിച്ച മലയാളികളുടെ എണ്ണം തിരിച്ചറിയുന്നത് 13 ഉയരുകയാണ്. ഇന്നലെ നമ്മൾ രാത്രി വരെ പറഞ്ഞിരുന്നത് 9 എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ 13 പേരെ മലയാളികളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മോദി. ശരി സുരേഷ്, അങ്ങനെ ഈ ദാരുണമായ സംഭവത്തിൽ മരണം 13 മുഴുവൻ മരണവും നമ്മൾ പറയുന്നില്ല. മലയാളികളെ കുറിച്ചാണ് നമ്മളെപ്പോഴും ആശങ്കപ്പെടുക. നമ്മുടെ പ്രേക്ഷകരിൽ ആരോ ചോദിക്കുകയും ചെയ്തു, മലയാളികൾ മാത്രമല്ലല്ലോ ഇന്ത്യക്കാരും ഒരുപാട് പേര് മരിച്ചിട്ടില്ലേ എന്ന്. ശരിയാണ്. പക്ഷേ നമ്മളോട് അടുത്ത് നിൽക്കുന്ന നിരവധി പ്രവാസികൾ ജീവിതത്തിനായി ഒരു സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുന്നതിനായി എത്രയോ കാലങ്ങളായി അന്യനാട്ടിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയെത്ര കുടുംബങ്ങളുടെ അത്താണിയായ മനുഷ്യരാണ് അവരൊക്കെ നമുക്ക് കൂടി പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് അവരെക്കുറിച്ച് പറയുന്നത്. 13 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ചിരിക്കുന്നവരും 36 വയസ്സുകാരനായ MP ബാഹുലേയനാണ്. പുലാമന്തോൾ സ്വദേശിയാണ്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MP വേലായുധൻ്റെ മകൻ കൂടിയാണ്. ഇപ്പോൾ മരിച്ച MP ബാഹുലേയൻ 36 വയസ്സുകാരനാണ്.